ഇതൊക്കെയാണ് മനസ്സ്, പ്രാണൻ, ശരീരം. അപ്പൊ നമ്മുടെ ഈ ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നത് പ്രാണശക്തിയാണ്. ആരാണ്? ആ പ്രാണശക്തി മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് മൈൻഡ്, തോട്ട്സുകളാണ്. അപ്പൊ മനസ്സ് എവിടെ ഇരിക്കുന്നു? ഇന്നും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ കാലഘട്ടത്തിലും മനസ്സ് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആകെ പഠിപ്പിച്ചിരിക്കുന്ന ബ്രെയിനിലാണ് മനസ്സ് എന്നുള്ളതാണ്. എവിടെയാണ്? ബ്രെയിനിന്റെ അകത്താണ് മനസ്സ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബ്രെയിനിന്റെ അകത്താണ് മനസ്സ് എന്ന് LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം അല്ല എന്നുള്ളത്. കാരണം ഞാനും നിങ്ങളും ഞാൻ എന്ന് പറയുമ്പം എവിടെ ഇത്രയും കാലം കൈവച്ചിട്ടുള്ളത്, തൊട്ടിട്ടുള്ളത്? അറിയാതെ അബദ്ധത്തിലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ കൈ? ദേ ഞാനും കൂടെ വരുന്നു, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകണം. കൊച്ചുകുട്ടി പോലും കൈവയ്ക്കുക എവിടെയാണ്? അപ്പൊ എന്താ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൈവയ്ക്കുന്നു? ഇവിടെയല്ലല്ലോ ബ്രെയിൻ ഉള്ളത്, ഇവിടെയല്ലേ? അപ്പൊ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് മാത്രമല്ല, ഇന്നിപ്പം മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്തോറും അവരെ കൺഫ്യൂസ്ഡാണ്. കാലിലൊരു വേദന ഉണ്ടെങ്കിൽ ആ വേദന കാലിൽ തന്നെയാണ് അനുഭവം ഉണ്ടാവുന്നത്. ആണോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഡോക്ടർമാർക്ക് ബ്രെയിനിന്റെ അകത്താണ് ഈ മനസ്സ് ഇവിടെ കിടക്കുന്നു എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇഞ്ചക്ഷൻ തന്നാൽ പോരെ? കാലിലെ വേദന മറക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നെ ഇഞ്ചക്ഷൻ തന്ന് ആ ഭാഗം മരവിപ്പിച്ച്, ആ നെർവിനെ മരവിപ്പിച്ച്, എന്നിട്ടാണ് അവിടെ വേണ്ട ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത്. ആണോ? ഇന്നിപ്പോ ലോക്കൽ അനസ്തീഷ്യക്ക് അങ്ങനെയല്ല, പർട്ടിക്കുലർ ഭാഗത്തല്ലേ മരവിപ്പിക്കുന്നത്. ആണോ? അപ്പൊ അവിടെ മരവിപ്പിക്കുന്ന സമയത്ത് മനസ്സിന്റെ പ്രവർത്തനം അവിടെ തൽക്കാലത്തേക്ക് സസ്പെൻഷനാണ്. ആണോ? അപ്പൊ അവിടെ മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്നില്ല, നമ്മൾ ആ വേദന അറിയുന്നില്ല എങ്കിൽ മനസ്സ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനം അല്ലല്ലോ. മനസ്സ് ശരീരത്തിലുടനീളം വ്യാപിച്ചു കിടക്കുക. പിന്നെ എന്താണ് ബ്രെയിനിലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രെയിനിനകത്താണ് മുഖ്യ പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിരിക്കുന്നത് ബ്രെയിനിലല്ല, മനസ്സിരിക്കുന്നത് പ്രാണനിലാണ്. കാരണം ശ്രദ്ധിക്കുക നിങ്ങൾ, മനസ്സെന്ന് പറയുന്നത് പ്രത്യേക രൂപഭാവങ്ങളില്ലാത്ത സൂക്ഷ്മ ശക്തിയാണ് മനസ്സ്. സൂക്ഷ്മമായതൊരു സാധനം സ്ഥൂലമായ ഒന്നിൽ ഒതുങ്ങി നിൽക്കില്ല. കാരണം സൂക്ഷ്മമായതിൻ്റെ വ്യാപ്തി, സൂക്ഷ്മമായതിൻ്റെ ഏതൊരു വസ്തുവും സൂക്ഷ്മമാകുമ്പോൾ അതിൻ്റെ, ഇപ്പം നോക്കൂ, ഈ റൂമിനകത്ത് വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂമിനകത്താണ് വായു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കെട്ടിക്കൊട്ടി അടച്ചു കഴിഞ്ഞാലൊക്കെ പറയാം ഇതിൻ്റെ ഉള്ളിലാണെന്ന്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമാണോ? ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വലിയൊരു വായുമണ്ഡലത്തിലാണ് ഈ ചെറിയൊരു വായു നിൽക്കുന്നത്. ഈ വായുവിൻ്റെ വ്യാപ്തി, ഇത് കൊട്ടി അടച്ചുകൊണ്ട് ബലൂണിൻ്റെ അകത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് നമുക്ക് തോന്നുകയാണ് വായു ബലൂണിനകത്ത് കംപ്രസ്സാണെന്ന്. വാസ്തവത്തിൽ വായുവിനെ ഒരു ബലൂണിൻ്റെ അകത്തേക്ക് ഒതുക്കി വെക്കാൻ പറ്റുമോ? കൂടെ വരുന്നില്ലേ? ഉച്ച സമയമാണ്, തലയ്ക്ക് ഇത് കയറി പിടിക്കാൻ ഇത്തിരി പാടാണ്. എന്നാലൊന്ന് ശ്രദ്ധിക്കുക, ഒരു ബലൂണിനകത്ത് വായുവിനെ ഒതുക്കി വെക്കാൻ പറ്റുമോ? കാരണം സൂക്ഷ്മമായൊരു വസ്തുവിനെ സ്ഥൂലമായ ഒരു ഉപാധിക്കുള്ളിൽ ഒതുക്കി വെക്കാൻ സാധ്യല്ല. ഈ ബ്രെയിൻ എന്ന് പറയുന്ന തലച്ചോറിന് പ്രത്യേക ഒരു ഉണ്ടല്ലോ, നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു രൂപത്തിൻ്റെ ഉള്ളിൽ, സ്ഥൂല വസ്തുവിനുള്ളിൽ ഒതുക്കി വെക്കാൻ പറ്റുന്നതല്ല സൂക്ഷ്മശക്തി. അത് അംഗീകരിക്കാൻ പറ്റില്ലേ? ഉൾക്കൊള്ളാൻ പറ്റില്ലേ? സൂക്ഷ്മമായതിൻ്റെ വ്യാപ്തി കൂടുതലാണോ കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും. അപ്പൊ അത് തലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രലോകം അതൊന്നും മുഴുവൻ ഉൾക്കൊള്ളാത്തത്. ഈ ബ്രെയിൻ്റെ അകത്താണെന്നുള്ള യുക്തിവാദികളുടെ ചിന്തകളൊന്നും ആധുനിക ശാസ്ത്രം ഉൾക്കൊള്ളാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു, മനസ്സിരിക്കുന്നത് എവിടെയാണ്? മനസ്സ് പ്രാണനിലിരിക്കും. എന്തെങ്കിലും യുക്തിയുണ്ടോ? പ്രാണൻ പോയാൽ മനസ്സും പോയി. പ്രാണൻ പോകുന്നതോടുകൂടി ആര് വിട്ടു? മനസ്സും വിട്ടുപോയി. മരണം എന്ന് പറയുന്ന പ്രക്രിയ, പ്രാണൻ ശരീരം വിടുന്നു, അതോടുകൂടി കൂടെ വരൂ നിങ്ങൾ. അങ്ങനെയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രാണൻ പോയി, അതോടുകൂടി ഇന്ന് വരെ ബ്രെയിൻ പോയിട്ടില്ല, ആ ബ്രെയിൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ബ്രെയിനിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല ഇത് മനസ്സെന്ന് പറയുന്നത്. ബ്രെയിനിനകത്തുള്ള പ്രാണൻ പോലും മരണസമയത്ത് വിട്ടുപോകുന്നു. ആ ബ്രെയിൻ പിന്നൊരിക്കലും പ്രവർത്തിക്കില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇതിന് പല പല യുക്തികളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസ്സിലാവണം. ഇത് വിഷയം പഠിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ മനസ്സിരിക്കുന്നത് അവർക്ക് പറയൂ. അപ്പൊ പ്രാണനാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത്. നമ്മുടെ ഋഷിവര്യന്മാർ പ്രാണന്റെ സ്ഥാനം 5 സ്ഥലങ്ങളിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് അവർ പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനന്മാരൊക്കെ വിളിച്ചത്. ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണാം. ഇത് പ്രാണ,
അപാന, വ്യാന, ഉദാന, സമാനന്മാരെന്നുള്ള ശബ്ദം. അപ്പോ ഈ ശരീരത്തെ മുഴുവൻ ഓരോ സ്ഥലത്തിരുന്ന് ചലിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആ 5 പ്രാണൻ അതിങ്ങനെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. 74,000 നാഡികളിലൂടെ അതിൽ നിറഞ്ഞു നിൽക്കുന്നു മനസ്സിന്റെ പ്രവർത്തനം. ഇനി വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ നമ്മുടെ പ്രാണന്മാരിൽ മുഖ്യ പ്രാണനാണ് ഈ തലച്ചോറിലിരിക്കുന്ന പ്രാണനും ഏറ്റവും താഴെ ഇരിക്കുന്ന അപാനശക്തിയും. പ്രാണനും അപാനനും ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, അപാനന്റെ ജോലി എല്ലാം താഴോട്ട് വലിക്കലാണ്, പ്രാണനാണെങ്കിലോ മേലോട്ട്. ഇപ്പൊ നമ്മുടെ ശ്വാസം വലിക്കുന്നത്, പ്രാണനാണ് ശ്വാസത്തെ എടുക്കുന്നത്, വലിച്ചെടുക്കുന്നത്. അപ്പൊ പ്രാണനെ എടുക്കാൻ കാരണം അതിൽ മനസ്സ് കയറി പ്രവർത്തിക്കുന്നുണ്ടാണ്. അങ്ങനെ വലിച്ചെടുത്തതിനെ താഴോട്ടെത്തിക്കുന്നു. പിന്നെ അത് ബ്ലഡിലേക്ക്, ലങ്സിലേക്കൊക്കെ ചേർന്ന് അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്ത് അതിനെ വീണ്ടും ഉദാനൻ എടുത്തു പൊക്കി നേരെ പുറത്തേക്ക് കളയുന്നു. അപ്പോ ഇവിടെ 2 പ്രാണന്മാരും, മുഖ്യമായ 2 പ്രാണന്മാർ ഏതൊക്കെയാണ്? പ്രാണനും അപാനനും. ഗീത 15-ാം അധ്യായം എടുക്കുക. അപ്പൊ അവിടെ കൃഷ്ണൻ ഇത് പറയുന്നുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത. ഞാൻ പ്രാണനും അപാനനുമായി ചേർന്ന് പജാമി അന്നം ചതുർവിധം. അപ്പൊ ഈ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഭക്ഷണത്തെ അവിടെ നിന്ന് താഴോട്ട് ഇറക്കി അതിനെ ചലിപ്പിച്ച് ഇത് ദഹിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് പ്രാണനും അഗ്നിക്കും ഒക്കെ ഉണ്ട്. ഈ പ്രാണനൊക്കെയാണ് ഈ ശരീരത്തിലുള്ള ഭക്ഷണത്തെയൊക്കെ ചലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ഒരു ജഡവസ്തുവാണ്. ഒരു സ്കെൽറ്റന്റെ മുകളിൽ കുറച്ച് മസിൽസും അതിൻ്റെ ഉള്ളൊരു തോലും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ശരീരമാണ്. നിങ്ങൾ ഈ ചില കടയിലൊക്കെ കണ്ടിട്ടില്ലേ, തൂക്കിയിട്ടിട്ടില്ലേ, ഒക്കെ കൊന്നിട്ട് തൂക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചൊരു സാധനം ഉണ്ടല്ലോ.